ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വെള്ളൂർക്കാവിലേക്കാണ് കേട്ടോ. അപ്പോൾ കാവിലെത്തി. കാവിൽ നമുക്ക് കാവിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു പുഴയുണ്ട്. പുഴ തന്നെയാണ്, ഒരു പുഴയുണ്ട്. അപ്പോൾ ഈ കാണുന്ന മൊത്തം വാൽമാക്രിയാട്ടോ. കുറേ വാൽമാക്രിയുണ്ട്. പക്ഷേ സംഭവം വാൽമാക്രിയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇവർ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കുളത്തിൽ കാലൊക്കെ കഴുകിയിട്ട്, കുളമല്ല കേട്ടോ, പക്ഷേ പുഴയാണ്. അവിടെ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ. അപ്പം നമുക്ക് അവിടുന്ന് വാൽമാക്രിക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഈ അമ്പലം നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഞങ്ങളുടെ സ്ഥലം വയനാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്താട്ടോ ഈ അമ്പലം. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. നല്ല കാട്ടിൻ്റെ നടുക്ക്, കാട്ടിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു അമ്പലമാണ്. കാട് മീൻസ് വയലിൻ്റെ ഒക്കെ ഇടയ്ക്ക് നല്ല അടിപൊളി വ്യൂ ആണ് അമ്പലത്തിൻ്റെ. എല്ലാവരും ഇതിന് നമുക്ക് വാൽമാക്രിക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇത് വലിയ വാൽമാക്രി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു വാൽമാക്രിയാണെന്നൊന്നും. നല്ല രസമുണ്ട് കാണാൻ. കുളം മൊത്തം വാൽമാക്രിയാകുമ്പോൾ നമുക്ക് കറുത്ത കളറിൽ നല്ലോണം മനസ്സിലാവും. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ പുറമേ. ഇതാണ് എൻട്രി കേട്ടോ അമ്പലത്തിലേക്കുള്ള. ഇപ്പം അധികം ആൾക്കാരൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ട് അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം രാത്രിയാണ് കൂടുതലും നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ടാവുക. ഇപ്പം സാധാരണ പോലെ കുറച്ച് പേരേ ഉള്ളൂ. അവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ പോകണം. ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അപ്പുറത്തേക്കാണ്, ഇപ്പം ആവുന്നേ ഉള്ളൂ. ഇത് ഫുൾ വയലിൻ്റെ നടുക്കാണ്. പിന്നെ ഈ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് മൊത്തം കയറണം. കുറേ സ്റ്റെപ്പ് ഉണ്ട്. നല്ല ടയേർഡാവും കേട്ടോ നമ്മൾ. കുറേ സ്റ്റെപ്പുണ്ട്. ഇത് ഞാനും അമ്മയാണ്. നടന്ന് മടുത്തു. കുറേ ദൂരം നടക്കാനുണ്ട്. ദൂരമല്ല, കുറേ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം ടയേർഡാവും. പിന്നെ ഇതാണ് നമുക്ക് കയറി കഴിഞ്ഞാലുള്ള വ്യൂ. പിന്നെ ഇവിടെ കുറേ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ. പുറത്താണിത്. പിന്നെ അകത്തേക്ക് പോകണം. അപ്പം ഇതിലാണ് നമ്മൾ അകത്തേക്ക് പോകുന്ന വഴി. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ വന്നു. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് മൊത്തം അവിടെ ഇങ്ങനെ കൊത്തിവെച്ച ശില്പം, അങ്ങനെ എന്തൊക്കെയാണ്. കുറേ ശില്പമുണ്ട്, കൃഷ്ണനും അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമുക്കതിന് ചന്ദനം തൊട്ട് കൊടുക്കാൻ പറ്റും. എല്ലാത്തിനും തൊടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തൊടാൻ പറ്റിയില്ല. ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2-3 ഇതിനൊക്കെ തൊട്ട് കൊടുത്തു. അങ്ങനെ എല്ലാവരും ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തൊട്ടു. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പുറത്ത് പ്രാർത്ഥിക്കുന്നത്. ഇവർ അർച്ചനയാട്ടോ ചെയ്യുന്നത്. അപ്പം അർച്ചന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പൂവ് വിളക്കിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുപോലെയാണ് ഇവരും ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടിയില്ല. ഞങ്ങൾ വേഗം വന്നതാണല്ലോ, അപ്പോൾ ചെയ്യാനൊന്നും പറ്റിയില്ല. സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, അതൊന്നും കൊണ്ടുവന്നില്ല. വിളക്കും പൂവൊക്കെ കൊണ്ടുവരണം നമ്മൾ സ്വന്തം, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവിടെ അത്രയൊക്കെ ഉള്ളൂ തൊഴാനും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് മൊത്തത്തിൽ താഴേന്ന് കാണുന്നത്. ഫുൾ കണ്ടില്ലേ, മൊത്തം ഒരു കാടൊക്കെയാണ്. ഞങ്ങൾ കുരങ്ങനല്ല, എന്തോ കുരങ്ങനെ പോലത്തെ സാധനത്തിനൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്, ഇത് വാങ്ങണമെന്ന്. ഇത് അമ്മ കുറേ ദിവസമായി നോക്കുന്നു. ഇത് അമ്മയാട്ടോ, കുറേ ആയി നോക്കുന്നു ഈ കാലിൽ കെട്ടുന്ന സാധനം വാങ്ങണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വാങ്ങി. പിന്നെ കുറേ സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ, ഐസ്ക്രീമിൻ്റെ അങ്ങനെ കുറേ സ്റ്റാളുണ്ട്. അപ്പോൾ നമുക്കതൊന്നും ഓപ്പൺ ആയിട്ടില്ല. മലബാർ മേളയൊക്കെ ഉണ്ട്, അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് അമ്പലത്തിന് നമുക്ക് കയറി വന്നപാട് കാണുന്ന ഒരു അമ്പലമാണ്. ഇതുമുണ്ട്, നമുക്ക് മേലെ കയറിപ്പോയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുമുണ്ട്. പിന്നെ ഇതൊക്കെ ഫുൾ സ്റ്റാളുകളാണ്. നമുക്ക് പൊരി അങ്ങനത്തെ ഇതൊക്കെ വാങ്ങാം. പിന്നെ കുറേ സ്റ്റാളുണ്ട്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറേ സ്റ്റാളുണ്ട്. അമ്മയ്ക്ക് പിന്നെ കത്തി, മറ്റേ കുടമല്ല, ചട്ടി, അങ്ങനത്തെ സാധനമൊക്കെ കണ്ടാൽ ഭയങ്കര ഹരമാണ്. അത് വാങ്ങൂല. പക്ഷേ ഫുള്ളിങ്ങനെ നോക്കണം, റേറ്റ് ചോദിക്കണം. ഭയങ്കര റേറ്റാട്ടോ. കുറേ ഇങ്ങനെ റേറ്റൊക്കെ ചോദിച്ച് ഇങ്ങനെ നല്ല എന്തായാലും പോയതല്ലേ, അപ്പോൾ ചോദിക്കാമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കീ ചെയിൻ, അങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസിനൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ജേർണലിങ് ചെയ്യാൻ പറ്റിയ കുറേ ബുക്ക്, അങ്ങനത്തെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞി മിററൊക്കെ വാങ്ങി ഞങ്ങൾ. പിന്നെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൃഷ്ണൻ്റെ ഒന്ന് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല, അവിടെ ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ. പിന്നെ പച്ചക്കടല, ഞങ്ങൾക്ക് പച്ചക്കടല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ ഇത് ഫുഡിനുള്ള ക്യൂ ആട്ടോ. അവസാനം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഓക്കെ, ബൈ.